ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടോ. സൺഡേ നന്നായി പഠിത്തമൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ രാവിലെ 1-2 പേജ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് പോയി. സൺഡേ ആയതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ ചിക്കൻ വാങ്ങാൻ പോയി. ഞാൻ അടുക്കളയിലോട്ട് പോയി അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. തേങ്ങാ ചിരവി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് കൊടുത്തു, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ടൈം കിട്ടിയപ്പോൾ കുറച്ച് ബുക്കൊക്കെ ഒന്ന് വായിച്ചു കേട്ടോ. CA ആണ്. കുറച്ച് നേരം ബുക്ക് വായിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറേയായി സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടെന്ന് വെച്ചിട്ട് നേരെ അലോവേര വലിക്കാൻ പോയിട്ടോ. അതിനുശേഷം നന്നായിട്ട് അലോവേര കഴുകണം. ഡയറക്റ്റായിട്ട് ഫേസിൽ ഈ അലോവേര അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ഇച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ചെയ്യുക. അതിനുശേഷം നന്നായി ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലായിടത്തും പറ്റുന്ന പോലെ. എൻ്റെ ഫേസിൽ ഒരുപാട് പിമ്പിൾസും അതുപോലെ തന്നെ ഇതിൽ കാണുന്ന പോലെ നല്ല മാർക്കുകൾ, അതായത് പിമ്പിൾ വന്നു പോയതിൻ്റെ മാർക്കുകളും ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 ദിവസമായി ഇത് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. നല്ല കുറഞ്ഞിട്ടുണ്ട്, നല്ല വ്യത്യാസമുണ്ടെന്നല്ല, പക്ഷെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കണ്ടോ, ഒരുപാട് ഡാർക്ക് സ്പോട്ടുകളും അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന് പോയതിൻ്റെ മാർക്കുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ തേക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് വീണ്ടും അടുക്കളയിലോട്ട് തന്നെ എത്തി. അപ്പോഴത്തേക്കും അമ്മ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ചിക്കനിൽ ചെറിയ ഉള്ളി ഇടുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം അമ്മയുടെ പണി ഞാൻ ഏറ്റെടുത്തു കേട്ടോ. നന്നായി വഴറ്റ ചെറിയ ഉള്ളി നല്ല ബ്രൗണിഷ് കളറാവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പഠിക്കാനൊക്കെ പോയിരുന്നു. പഠിച്ചു കഴിഞ്ഞ് വരുന്നപ്പോഴത്തേക്കും ചിക്കൻ കറി റെഡിയായി കേട്ടോ. ഞങ്ങൾ നന്നായി ഡ്രൈ ആയിട്ടാണ് വെക്കുക. കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും നന്നായി വിശന്നു. പിന്നെ ചോറെടുത്തു. കുമ്പളങ്ങിയും ചിക്കനുള്ള കറിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറി, പിന്നെ ചെറുപയർ മുളപ്പിച്ചത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും കേട്ടോ, നല്ലതാണ്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ പിറ്റേ ദിവസം ആ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറുപയർ മുളച്ച് വരും. അത് നന്നായി വേവിച്ച് കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കഴിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ വീണ്ടും മാത്സ് പഠിക്കാമെന്ന് വെച്ച് ജെറിൻ സാറിൻ്റെ ക്ലാസ് ഇല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതാണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു 4 മണി ആയപ്പോഴത്തേക്കും ഞാനൊരു കട്ടനിട്ട് കുടിച്ചു കേട്ടോ. ഇനി ഇത് വരുന്നത് എൻ്റെ വലിയ ചേച്ചിയുടെ മോനാണ്, രുദ്രു എന്നാണ് പേര് കേട്ടോ. ഇപ്പോൾ കാണിച്ച ഫോട്ടോയിൽ ചെറിയ ചേച്ചിയുടെ മോളാണ്, ദേവാത്മിക എന്നാണ് പേര്. അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ കണ്ടപ്പോൾ ആൾ അതിലിരുന്ന് അടിപൊളിയായി ഹാപ്പിയായി കളിക്കുകയാണ്. പിന്നെ അവരൊക്കെ പോയി. അതിന് ശേഷം ഞാൻ വീണ്ടും ബുക്ക് എടുത്തിട്ട് നമ്മുടെ കായലുകളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ പഠിക്കുന്നത്. അതൊക്കെ നമ്മുടെ പ്രിലിംസിനുണ്ടല്ലോ, അപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ട് അത് പഠിക്കുകയാണ്. ജസ്റ്റൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചതാണ്, എന്നാലും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ സ്കിൻ കെയർ അതുപോലെ തന്നെ ഹെയർ കെയർ ഒക്കെ എല്ലാ സൺഡേസിലുമാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മനസ്സിലേക്കും തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സൺഡേസിലുമാണ് ഞാനിത് മിക്കവാറും നമ്മൾ മിസ് ചെയ്യാറില്ല. എല്ലാ സൺഡേയിലും നമ്മളിത് രണ്ടും മെയിനായിട്ട് ചെയ്യും കേട്ടോ. എക്സാം അടുത്തു, ഞാനിനി സമയമില്ല, ഫുൾ ടൈം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് കൂടും. അതുപോലെ തന്നെ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഹെൽത്ത് കൂടെ നോക്കിയിട്ട് അതിനും കൂടെ നല്ലൊരു കൺസെൻട്രേഷൻ കൊടുത്തിട്ട് പഠിക്കലെങ്കിലും എല്ലാവരും പുറത്തൊക്കെ ഒന്ന് പോയി ചില്ലാവാൻ ശ്രമിക്കുക. ഇനി പുറത്ത് പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ബിസി ഷെഡ്യൂൾ ഉണ്ടാക്കി അങ്ങനെ പോകാം കേട്ടോ. കുറച്ച് നേരം പഠിച്ചിരിക്കുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ വന്നു, അതായത് മേമയുടെ മകനാണ് കേട്ടോ. അപ്പോൾ ആൾ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും.